നമ്മുടെ മുൻപിൽ ഒരു വലിയ സങ്കടമായി കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം, അവിടെ മരിച്ച ബിന്ദു നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ ആ ദുരന്ത വാർത്ത നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ പ്രതിപക്ഷം കൈകാര്യം ചെയ്തത് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ രാഷ്ട്രീയം കലർത്തി സമാനതകളില്ലാത്ത വിധത്തിൽ ആ വാർത്തയെ വളച്ചൊടിക്കുന്നതിനും ഒരുപാട് നുണപ്രചരണങ്ങൾ നടത്തുന്നതിനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ചില കാര്യങ്ങൾ ചില സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് നമുക്ക് വലിയ മനസാക്ഷി കുത്തുതോന്നും. അതുകൊണ്ട് തന്നെയാണ് അത് പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഉയർന്നു വന്ന ആരോപണം എന്തായിരുന്നു? സമയത്തിന് മണ്ണുമാന്തി യന്ത്രം JCB ഹിറ്റാച്ചി അവിടെ എത്തിച്ചില്ലായിരുന്നു എന്നതാണല്ലോ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ കൊണ്ടുവന്ന JCBയുടെ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കൃത്യസമയത്ത് തന്നെ, അതായത് ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ JCB എത്തിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ അപകടം നടന്ന സ്ഥലം ചുറ്റുപാടും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് JCBക്ക് മണ്ണുമാന്തി യന്ത്രത്തിന് കടന്നു ചെല്ലാൻ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ ഭിത്തികളും ചില മതിലുകളും ഒക്കെ പൊളിച്ച് കെട്ടിടത്തിന്റെ ഇടനാഴികളിലൂടെയാണ് ഈ മണ്ണുമാന്തി യന്ത്രം അപകട സ്ഥലത്തേക്ക് എത്തിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. അതല്ലാതെ 1 മിനിറ്റിന്റെ കാലതാമസം പോലും അവിടെ ഉണ്ടായിട്ടില്ല. അപകടം നടന്ന് 15 മിനിറ്റിനുള്ളിൽ JCB എത്തിച്ചതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുമാത്രമല്ല, അപകടം നടന്ന അതേ സമയത്ത് തന്നെ JCB ഓപ്പറേറ്ററെ വിളിച്ചതിന്റെ ഫോൺ ലിസ്റ്റും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഏത് സമയത്താണ് അവിടെ മണ്ണുമാന്തി യന്ത്രം എത്തിയത്, എന്താണ് സംഭവിച്ചതെന്ന്. കൈരളി ന്യൂസിന്റെ എക്സ്ക്ലൂസീവാണ്. മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ വൈകിയെന്ന ആരോപണം തെറ്റാണ്. അപകടം നടന്ന് 15 മിനിറ്റിനുള്ളിൽ മണ്ണുമാന്തി യന്ത്രം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെന്ന് ഉടമ ജയമോഹൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. രാവിലെ 10:53 ഓപ്പറേറ്ററെ വിളിച്ചതിന്റെ കോൾ ലിസ്റ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണ് എന്നാണ് കൈരളി ന്യൂസ് പരിശോധിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ സംഭവ സ്ഥലത്തേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഉടമസ്ഥൻ ജയ്മോൻ നമുക്കിപ്പോൾ ചേരുകയാണ്. ജയ്മോനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് ഇതിൻ്റെ വസ്തുതയെന്ന്. ഈ സമയബന്ധിതമായി കൃത്യമായി നിങ്ങളെ ഈ വിവരം അറിയിച്ചിരുന്നു. എത്ര മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായി എന്ന വിവരം നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്? എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് കോള് വരുന്നത് ഏകദേശം ഒരു 10:50 കോള് വരുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ ഇവിടെ ഒരു ഭിത്തി ഇടിഞ്ഞ് വീണിട്ടുണ്ട്, അപകടമാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ ഹിറ്റാച്ചി ഇവിടെ തിരിച്ചു കൊണ്ടുവരാം. കാര്യം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാരണം 2 ദിവസമായിട്ട് ഈ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ തന്നെ ഈ ഹിറ്റാച്ചി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വെട്ടൂർ കൺസ്ട്രക്ഷൻ്റെ പുതിയ ബ്ലോക്ക്, അതായത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെ പുതിയ ബ്ലോക്ക് വരുന്നിടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മെഷീനാണ്. അപ്പോൾ അത് വർക്ക് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാവിലെ ഈ മെഷീൻ ഇവിടുന്ന് കയറ്റി ഏകദേശം ഒരു 10 മണിയോടുകൂടി ഇവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് ഷിഫ്റ്റിംഗ് വണ്ടിയിൽ കയറ്റി അടുത്ത സൈഡിലേക്ക് പോയതാണ്. അപ്പോൾ ഒരു 10:50 എനിക്ക് കോള് വരുന്നു, ഈ മെഷീൻ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം, ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അടുത്ത വർക്ക് ക്യാൻസൽ ചെയ്തിട്ട് അപ്പോൾ തന്നെ ആ വണ്ടി തിരിച്ചു വരാൻ പറഞ്ഞു. ഏകദേശം ഒരു 10:50 കോൾ ലിസ്റ്റിനകത്ത് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ കഴിയുമല്ലോ, എത്ര മണിക്കാണ് വിളിച്ചത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ അത് ഒരു കൃത്യമായ സമയമാണല്ലോ. എത്ര മണിയാണ് സമയം? എനിക്ക് 10:50 കോള് വരുന്നു. 10:53 ഞാൻ ഷിഫ്റ്റിംഗ് വണ്ടിയിൽ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, ഇത് കണ്ടു. വിജയൻ ടിപ്പർ. ഈ ടിപ്പറിലായിരുന്നു വണ്ടി കയറ്റിക്കൊണ്ട് ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുപോയത്. ആ ടിപ്പർ ഡ്രൈവറെയാണ് വിളിച്ചത്. അപ്പം ഞാൻ ഉടനെ തന്നെ ഇവിടെ തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനിത് ചാനലിലൊക്കെ ഇതിൻ്റെ അപകടത്തെപ്പറ്റി കാണിക്കുന്നുണ്ടായിരുന്നു. അപകടാവസ്ഥ കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ തടസ്സങ്ങളുണ്ടായിരുന്നു? നല്ല തടസ്സങ്ങളായിരുന്നു. കാര്യം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് ഒരു വഴികളും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ താൽക്കാലികമായിട്ട് ഒരു പാസ് വേ നിർമ്മിച്ചിട്ടുള്ള അതിലൂടെ, അതായത് രോഗികളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു പാസ് വേയിലൂടെ, അതായത് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു പാസ് വേയിലൂടെയാണ് ഇത്രയും വെയിറ്റുള്ള ഈ മെഷീൻ നമ്മൾ ഓടിച്ചു കൊണ്ടുപോകുന്നത്. ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഈ പഴയ കെട്ടിടത്തിൽ കൂടെ ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുപോകുമ്പോൾ? തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ സ്ഥിരമായിട്ട് വരുന്നയാളാണ്. അപ്പോൾ ഈ പാസ് വേ നമ്മൾ ഈ റോഡിന് മുകളിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാസ് വേ ആണ്. കാര്യം അത്യാഹിതത്തിൽ നിന്ന് ക്രിട്ടിക്കലായ രോഗികളെ പെട്ടെന്ന് അപ്പുറത്തെ ബ്ലോക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, സ്ട്രെച്ചറിൽ കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു പാസ് വേ ആണ്. അതിലൂടെ ഹിറ്റാച്ചി ഓടിച്ച് പോകാൻ പറഞ്ഞെങ്കിലും നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. പിന്നെ അത്രയും വലിയൊരു അപകടം നടന്നിടത്ത് മെഷീൻ എത്തിക്കേണ്ട അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കുക തന്നെയായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങളുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ആ പാസ് വേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഇടിക്കുന്ന രീതിയിൽ ബീമുകളുണ്ടായിരുന്നു. അത് പിന്നെ ഫയർഫോഴ്സ് വന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ വയ്യാത്ത രീതിയിൽ 2 ഭിത്തികളുടെ ഇടയിൽ, അപ്പോൾ ആ ഭിത്തി പൊളിച്ചു മാറ്റേണ്ടി വന്നു. ഹിറ്റാച്ചി കൊണ്ട് തന്നെ പൊളിച്ചു മാറ്റി. അതിനൊക്കെ കുറച്ച് സമയം പോയിട്ടുണ്ട്.
പിന്നെ മതിലുണ്ടായിരുന്നോ ഫ്രണ്ടിൽ? ഫ്രണ്ടിൽ മതിലുണ്ടായിരുന്നു. ആ മതിലും പൊളിച്ച് നീക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ അപകടം നടന്ന സ്ഥലത്തെത്തിയത്. അപകടം നടന്ന സ്ഥലത്തെത്തി കഴിഞ്ഞതിന് ശേഷം പിന്നീടുണ്ടായ സംഭവ വികാസം എന്താണ്? അപകടം നടന്ന സ്ഥലത്ത് എത്തിയതിന് ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ശരിക്കും നല്ലൊരു ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയ ഒരു രീതിയിലല്ലായിരുന്നു അവിടുത്തെ സാഹചര്യം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺക്രീറ്റ് ബീമുകൾ മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ നിന്നുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തനം എന്ന് വെച്ചാൽ ഈ ബീമുകൾ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ്. മനുഷ്യസാധ്യമായിട്ട് രക്ഷാപ്രവർത്തനം സാധ്യമല്ലായിരുന്നോ? ഒരിക്കലും സാധിക്കത്തില്ല. കാര്യം ഒരാൾക്കും അതിൻ്റെ താഴെ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഈ കൂടുതലായിട്ട് ഇത് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കാൻ സാധ്യതയുള്ള ബീമുകൾ ആദ്യമേ ഫയർഫോഴ്സ് കട്ട് ചെയ്ത് നീക്കി അതിന് ശേഷമാണ് നമ്മൾ ഹിറ്റാച്ചി ഉപയോഗിച്ചിട്ട് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. നേരിട്ട് നമ്മൾ ഹിറ്റാച്ചി ഉപയോഗിച്ചത് മാറ്റാൻ ശ്രമിച്ചാൽ മുകളിലത്തെ കെട്ടിടം കൂടി താഴേക്ക് പതിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. 3 ഫ്ലോറിലാണ് നിൽക്കുന്നത്. അതിൻ്റെ റൂഫ് സ്ലാബാണ് താന്ന് കിടക്കുന്നത്. നമുക്ക് ഇപ്പോഴും ആ ഫോട്ടോയിൽ കാണാം. അപ്പോൾ അതാ റൂഫ് സ്ലാബ് ഏത് സമയത്ത് വേണമെങ്കിലും താഴേക്ക് പതിക്കാം. അങ്ങനെ പതിച്ചാൽ താഴെ നിൽക്കുന്ന ആൾക്കാരുടെ മുകളിലേക്കാണ് വീഴുന്നത്. അപ്പോൾ ഒരുപാട് ജീവഹാനി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശരിക്കും അധികാരികൾ അവിടെ ഓഫീസർമാരും എല്ലാം പറഞ്ഞ് ഞങ്ങളുമായിട്ട് ആലോചിച്ചു. ശരിക്കും നമ്മുടെ ഒരു അഭിപ്രായം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ അത് ചെയ്യാൻ പറഞ്ഞത്. അപ്പം നമ്മളെ കമ്പികൾ കട്ട് ചെയ്ത് ബീമുകൾ മാറ്റി അതിന് ശേഷമാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. ഹിറ്റാച്ചി എത്തിയതിന് ശേഷം ഒരു 15 മിനിറ്റ് അതിൽ കൂടുതൽ സമയം എടുത്തിട്ടില്ല ഈ ബോഡി നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട്. അത്ര മനുഷ്യസാധ്യം ആയ ഒരു രക്ഷാപ്രവർത്തനം നടക്കാത്തത് കൊണ്ടാണ് മണ്ണുമാന്തി യന്ത്രം അവിടേക്ക് എത്തിച്ചത് അല്ലേ? അതെ മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. കാര്യം മുകളിൽ ഇതുപോലെ ബീമുകൾ അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ താഴെ നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്തും സംഭവിക്കാം. മുകളിൽ നിന്ന് വീഴുക എന്ന് വെച്ചാൽ 3 നില ബിൽഡിങ്ങാണ്. 3 നില ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമേ പോകുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗം വരുവാന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന ഒരാളെയും ബാക്കി കിട്ടില്ല. അതുപോലത്തെ റിസ്ക് ആയിരുന്നു അത് ചെയ്യാൻ. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലും അഭിപ്രായത്തിലും സമയബന്ധിതമായി തന്നെ ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടന്നുവെന്ന് തന്നെയാണോ? സമയബന്ധിതമായി തന്നെ നടന്നിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ കൂടുതൽ അപകടം ഉണ്ടാവാത്ത രീതിയിൽ ആലോചനകൾ നടത്തിയതിന് ശേഷം ആണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളായിരുന്നു. അതല്ലാതെ ധൃതി പിടിച്ചൊരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ കൂടുതൽ അപകട സാധ്യത ഉണ്ടായിരുന്നു അവിടെ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസ് ഓഫീസർമാരും ഫയർഫോഴ്സും ഒക്കെ ഇടപെട്ടുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അപകടകരമായി നിന്ന ബീമുകൾ മുറിച്ച് മാറ്റിയതിന് ശേഷം രക്ഷാപ്രവർത്തനം തുടങ്ങുകയും ചെയ്തത്. അതാണ് സത്യം. രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ടിടപെട്ട മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഉടമസ്ഥൻ്റെ വാക്കുകളാണ് ഈ കേട്ടത്. എത്രത്തോളം റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് അവർ അവിടേക്ക് ഈ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചത് എന്ന ജയമോൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാണ്. കാരണം പോയ വഴികളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബീമിൻ്റെ ഭാഗങ്ങൾ അറുത്തുമാറ്റി, ഒപ്പം തന്നെ തൂണിൻ്റെ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി, മതിലുണ്ടായിരുന്നത് പൊളിച്ചുമാറ്റി. അവിടെ ചെല്ലുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാവുന്ന വിധത്തിലായിരുന്നില്ല കാര്യങ്ങൾ. കാരണം ഈ ബീമുകൾ താഴേക്ക് പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു. എന്തു വേണമെങ്കിലും സംഭവിക്കാവുന്ന സാഹചര്യം. ഫയർഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഈ മനുഷ്യസാധ്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാതിരുന്ന വലിയ ബീമുകൾ, അതായത് കോൺക്രീറ്റ് പാളികൾ എടുത്തു മാറ്റി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് ജയമോൻ വ്യക്തമാക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.